കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ, പാട്ടും മൂളി വന്നോ. ഞാലിപ്പൂങ്കദളി വാഴ പൂക്കളിലാകെ തേൻ നിറഞ്ഞോ, ആകെ തേൻ നിറഞ്ഞോ. കാറ്റ് നോറ്റ് ഈ കാണാമരത്തിന് പൂവും കായും വന്നോ, മീനത്തി വെയിലിൻ ചൂടിൽ തണുതണെ തൂവൽ വീശി നിന്നോ, തൂവൽ വീശി നിന്നോ. ഇന്നലെ എങ്ങോ പോയി മറഞ്ഞു, ഇന്നൊരു സ്വപ്നം കൂടെ വന്നു. വെന്തു കരിഞ്ഞൊരു ചില്ലകളിൽ ചെന്തളിരിൻ തല പൊന്തി വന്നു. കുഞ്ഞിളം കൈ വീശി വീശി ഓടിവായോ പൊന്നുഷസേ, കിന്നരിക്കാൻ ഓമനിക്കാൻ മുത്തണിപ്പൂന്തൊട്ടിലാട്ടി. കാതിൽ തേൻമൊഴി ചൊല്ലാമോ കാറ്റേ കാറ്റേ. കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തില് പാട്ടും മൂളി വന്നോ, ഞാലിപ്പൂങ്കദളി വാഴ പൂക്കളിൽ ആകെ തേൻ നിറഞ്ഞോ, ആകെ തേൻ നിറഞ്ഞോ. പിന്നിലെ മാറി കാറൊഴിഞ്ഞു, വെള്ളി നിലാവിൻ തേരുവന്നു. ഉത്തരിപ്പാടോ പൂത്തുലഞ്ഞു, വ്യാകുലറാവിൻ കോളൊഴിഞ്ഞു. ഇത്തിരിപ്പൂ മൊട്ടുപോലെ കാത്തിരിപ്പൂ കൺവിരിയാൻ. തത്തി വരൂ കൊഞ്ചി വരൂ തത്തകളെ അഞ്ചിതമായി. നേരം നല്ലത് നേരാമോ കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ, ഞാലിപ്പൂങ്കദളി വാഴ പൂക്കളിലാകെ തേൻ നിറഞ്ഞോ. കാറ്റ് നോറ്റ് ഈ കാണാമരത്തിന് പൂവും കായും വന്നോ, മീനത്തി വെയിലിൻ ചൂടിൽ തണുതണെ തൂവൽ വീശി നിന്നോ, തൂവൽ വീശി നിന്നോ. തൂവൽ വീശി നിന്നോ, തൂവൽ വീശി നിന്നോ. അപ്പൊ നമ്മുടെ പാട്ടിന് ഇഷ്ടമുള്ള എല്ലാവരും നെഞ്ചിലേറ്റിയ ഒരു പാട്ടും ഒരു ഗായകനും ഗായികയ്ക്കാണ് ഇന്ന് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ അതിഥികൾ ജി ശ്രീറാം ആൻഡ് വൈക്കം വിജയലക്ഷ്മി. സോ എന്തൊക്കെയാണ് വിശേഷം അത് പറയൂ വിജിക്കുട്ടി. സൂപ്പർ വിശേഷമല്ലേ? സൂപ്പർ സൂപ്പർ വിശേഷമാണ്. സൂപ്പർ ഫാസ്റ്റ് പോലെ ഇങ്ങനെ വിശേഷങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ. അതുപോലെ ചേട്ടന്റെയും കുറെ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. പിന്നെ ഈ പാട്ടിനെ കുറിച്ചിട്ടും അങ്ങനെ എന്തൊക്കെ പാട്ടുകൾ നിങ്ങളെ കൊണ്ട് പാടിപ്പിച്ചാൽ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം പിന്നെ വേണ്ടി വരും. അപ്പൊ എല്ലാത്തിനും റെഡി അല്ലേ? റെഡി? അതെ, എന്തിനും റെഡി ആയിട്ടാണ് ഇത് രണ്ടുപേരും നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഓക്കെ, അപ്പൊ ചേച്ചി ഓക്കെ അല്ലേ? യെസ്. ഓ, ഞാൻ മറ്റേ ഡയലോഗാണ് പ്രതീക്ഷിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ. അത് പ്രതീക്ഷിച്ചപ്പോ ചേച്ചി എസിലേക്കായി. എന്തായാലും എനിക്ക് ആദ്യം തന്നെ, അതായത് നമ്മളെല്ലാവരും ഇങ്ങനെ പറയുന്ന ഒരു കാര്യമാണ് വിജയലക്ഷ്മി എന്ന് പറഞ്ഞ അതിന്റെ പര്യായം ചിരിക്കുടുക്ക, ആത്മവിശ്വാസത്തിന്റെ നിറകുടം,
കുസൃതി കൊടുക്ക, ഇതൊക്കെയാണ് അതിന്റെ പര്യായങ്ങൾ. ഈ 24 hours ഇങ്ങനെ ഓൺ ആയിട്ട് ഇരിക്കാൻ എന്ത് മാജിക് ആണ് ചേച്ചി? എന്തെങ്കിലും പുതിയ എന്തെങ്കിലും കഴിക്കുന്നതോ കുടിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനർജി ഡ്രിങ്ക് എനിത്തിങ്? എനർജി ഡ്രിങ്ക് ഉണ്ട്, ഗ്ലൂക്കോവിറ്റയുണ്ട്, ഭക്ഷണങ്ങൾ അങ്ങനെയൊക്കെ നല്ല വെറൈറ്റി ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ചേട്ടൻ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, അതായത് ഈ വിജയലക്ഷ്മി ഇങ്ങനെ ഡൾ ആയിട്ടിരിക്കണ ഏതെങ്കിലും ഒരു മൊമെന്റ്? ഒരിക്കലും ഇല്ലല്ലോ. ഉറങ്ങുമ്പോ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഉറങ്ങുമ്പോ എങ്ങനെയാണോ? അത് ഉറങ്ങി കണ്ടിട്ടില്ല ഇതുവരെ. കണ്ടിട്ടില്ല. ആണോ? ഉറങ്ങുമ്പോ എങ്ങനെയാണ്? ഉറങ്ങുമ്പോ ഒരു മണി ഉച്ചക്ക് ഉറങ്ങും, രാത്രി ഉറങ്ങും. രാത്രി ഉറങ്ങും. അതല്ല ഈ ഉറക്കത്തിൽ ചാടി എണീറ്റിട്ട് ഈ ഇൻഗുലാബ് സിന്ദാബാദ് എന്നൊക്കെ വിളിക്കുന്ന അങ്ങനെ സ്വഭാവമൊക്കെ ഉണ്ടോ? ഇല്ല, അതൊന്നുമില്ല. സോമനാംബുലിസം ഒന്നും ഇല്ല. ശരി, അപ്പൊ പറയൂ, ഈ ചെറുപ്പത്തിലെ വിജയലക്ഷ്മിയെ കുറിച്ച് അറിയാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം. കുഞ്ഞ് വിജയലക്ഷ്മി എങ്ങനെയായിരുന്നു? അത് ഞാൻ ജനിച്ചത് തന്നെ 1981 ഒക്ടോബർ 7 വിജയദശമി നാളിലായിരുന്നു. അതാണ് വിജയലക്ഷ്മി നാളില്. അങ്ങനെയാണ് വിജയലക്ഷ്മി എന്ന് പേര്. അച്ഛന്റെ അമ്മ, എന്റെ അമ്മൂമ്മയാണ് സരോജിനി അമ്മ പേര് നൽകിയത്. അതിനൊരു ശരിക്കും സന്തോഷമായി കേട്ടോ. പിന്നെ 1.5 വയസ്സിൽ പാടുമായിരുന്നു. ഞങ്ങൾ 5 വർഷം ചെന്നൈയിലായിരുന്നു. അച്ഛനവിടെ ഇലക്ട്രോണിക് വർക്കായിരുന്നു. അപ്പോൾ 1.5 വയസ്സിൽ പാടുമായിരുന്നു എന്ന് അച്ഛനും അമ്മയും പറഞ്ഞു. 5 വയസ്സിൽ കേരളത്തിൽ വന്നപ്പോൾ കാസറ്റുകളൊക്കെ കേട്ടാണ് പഠിച്ചത്. വൈക്കത്ത് വന്നത്. അതെ, ദാസേട്ടൻ്റെ, MS അമ്മയുടെയും ബാലമുരളി സാറിൻ്റെ ഒക്കെ കാസറ്റുകൾ കേട്ട് പഠിച്ചു. 6-ാം വയസ്സിൽ ദാസേട്ടന് ഗുരുദക്ഷിണ സമർപ്പിച്ചുകൊണ്ട് ഉദയനാപുരം ചാത്തൻകുടി ദേവീക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചു. ചേട്ടന്റെ കാര്യവും അങ്ങനെ തന്നെ. ഫാമിലി മുഴുവനും ഒരു സംഗീത കുടുംബമാണല്ലോ, ആ ഒരു പാരമ്പര്യം. എങ്ങനെയായിരുന്നു? അതായത് അച്ഛൻ അല്ലെങ്കിൽ അമ്മ അവരൊക്കെ ആദ്യത്തെ ഗുരുക്കന്മാർ അവരൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. തീർച്ചയായിട്ടും അച്ഛൻ തന്നെയാണ് ആദ്യത്തെ ഗുരു. അമ്മയും അത്യാവശ്യം പാട്ടുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അമ്മ ആദ്യകാല ചലച്ചിത്ര പിന്നണി ഗായികയായിരുന്നു. ആദ്യത്തെ ഒരു പക്ഷേ ഹരിശ്ചന്ദ്ര അതിന് മുമ്പ് മുതൽ തന്നെ അമ്മ പാടി തുടങ്ങിയിട്ടുണ്ട്. 55-നൊക്കെ മുമ്പ്, 52 മുതൽ. അച്ഛൻ ചേർത്തല ഗോപാലൻ നായർ. അച്ഛൻ സംഗീതജ്ഞനാണ്. അതിലുപരി മലയാള കീർത്തനങ്ങൾ ഒരുപാട് സംഗീതം നൽകി പ്രചരിപ്പിച്ചൊരു വ്യക്തി കൂടെ. മലയാള കീർത്തനങ്ങൾ അച്ഛൻ എഴുതി അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു കീർത്തനം മനസ്സിൽ ഓർമ്മയുണ്ട്? ഇപ്പൊ നമുക്ക് അച്ഛൻ എഴുതിയല്ല, കമ്പോസ് ചെയ്ത് പിന്നെ ഒരുപാടെണ്ണം ചെയ്തിട്ടുണ്ട്. ചേട്ടന്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കീർത്തനം? ഭജനം ചെയ്വിൻ കൃഷ്ണപാദം, ഭജനം ചെയ്വിൻ കൃഷ്ണപാദം, സദാ ഭജനം ചെയ്വിൻ കൃഷ്ണപാദം, സദാ ഭജനം ചെയ്വിൻ കൃഷ്ണപാദം, സദാ ഭജനം ചെയ്വിൻ കൃഷ്ണപാദം, കൃഷ്ണപാദം, കൃഷ്ണപാദം. ഒരുപാട് പദങ്ങൾ അച്ഛൻ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വാതിരുന്നാളിൻ്റെ, അതുപോലെ ഇരയിമ്മൻ തമ്പിയുടെ കുട്ടിക്കുഞ്ഞി തങ്കച്ചി, അദ്ദേഹത്തിൻ്റെ മകൾ, അങ്ങനെ ഒരുപാടെണ്ണം. ഒരെണ്ണം കുറിഞ്ചി രാഗത്തില് അളിവേണി എന്തു ചെയ്വൂ അളിവേണി എന്തു ചെയ്വൂ ഹന്ത ജ്ഞാനിനി മാനിനി അളിവേണി എന്തു ചെയ്വൂ ഹന്ത ജ്ഞാനിനി മാനിനി അളിവേണി എന്തു ചെയ്വൂ നളിനമിഴി നളിനമിഴി ശ്രീ പത്മനാഭൻ ഈഹ വന്നിലല്ലോ അളിവേണി എന്തു ചെയ്യൂ ഈ കാറ്റേ കാറ്റിലേക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരാനായിട്ട് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നോ? അതിന് മുമ്പ് നിങ്ങൾ പരിചയം ഉണ്ടായിരുന്നോ? അല്ല, എനിക്കറിയാം. എനിക്ക് അതിന് മുമ്പേ തന്നെ അതിന് മുമ്പേ തന്നെ അറിയാം. പക്ഷെ ഒരിക്കലും ഈ പാട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് പാടുന്നതെന്ന് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. അവിടെ സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോഴാണ്
അതെ, ഞാനും അപ്പഴും അറിയണം. അത്ഭുതമായി. ഇതിന്റെ തമിഴ് പാട്ട് നമുക്കൊന്ന് രണ്ടുപേര് കേട്ടാലോ? ആയിക്കോട്ടെ. நேற்று 80 வரும் கனவு, இன்று 80 புது நினைவு, சோகம் சுமந்த தோள்களிலே சாய்ந்திட வருதே வெண்ணிலவு, முட்டி முட்டி பால் குடிக்கும் கண்ணுக்குட்டி செல்லங்களும் குட்டி குட்டி பூக்களிலே தொட்டில் கட்டும் தென்றல்களும் காதில் தேன்மொழி சொல்கிறதே காற்றே 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 நீ மூங்கில் துளைகளில் கீதம் இசைப்பதென்ன, வேணிற் காலங்களும் வேணாகானவும் தோகை மிதப்பதென்ன, தோகை மிதப்பதென்ன. നല്ല ഓമനത്തുള്ള ഒരു പാട്ടല്ലേ? ഏത് ലാംഗ്വേജിൽ കേൾക്കാനും അതിൻ്റെതായിട്ടൊരു സുഖമുണ്ട്. നല്ല ഗംഭീരമായിട്ട് അക്കമ്പനി ചെയ്തു. സന്തോഷം. കുട്ടികൾ ഭയങ്കര പുലിക്കുട്ടികളാണ്. അതാണ് സംഭവം. സംശയമില്ല. ചേച്ചി ഇതിന്റെ അതായത് ശ്രീരാമേട്ടൻ പാടി തുടങ്ങിയപ്പോഴേ ചേച്ചി കുറെ വെറൈറ്റി ശബ്ദങ്ങൾ ഇങ്ങനെ പുറപ്പെടുച്ചു. അതായത് മിമിക്രി എന്ന് പറഞ്ഞ ചേച്ചിക്ക് ഭയങ്കര ജീവനാണ്. അതെ അതെ ആണോ? അതെ. ഈ മിമിക്രിയോട് ഇങ്ങനെ ഇഷ്ടം തോന്നാൻ എന്താ കാരണം? എന്റെ മാമൻ മിമിക്രി ആർട്ടിസ്റ്റാണ്, ശ്രീകാന്തൻ മാമൻ, ശ്രീകാന്തൻ പൊതി വൈക്കം. പാരഡി ഒക്കെ ഒരുപാട് പാട്ടുകൾ മിനിറ്റിന് പാരഡികൾ ഉണ്ടാക്കുക, പാടുക, നമ്മൾ ഏത് അതായത് ഒരു പ്രോഗ്രാം ഒരു ഇന്റർവ്യൂവിൽ നോക്കിയാലും വെറൈറ്റി എന്തെങ്കിലും ഐറ്റംസ് കൊണ്ടുവരും. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പാരഡി കൊണ്ടുവന്നിട്ടുണ്ടോ? ആ ഉണ്ട് ഉണ്ട്. നമ്മുടെ കല്യാണത്തെ കുറിച്ച് കല്യാണം ജൂണില, തിരുവോണം നാളില, ചെക്കൻ ദുബായില, എത്താനായി ലീവില, ബ്ലോക്കാണ് വൈറ്റില, ഷോർട്ട് കട്ട് വെണ്ണല, വീടാകെ ലോണില, കല്യാണം ജൂണില, തിരുവോണം നാളില, ചെക്കൻ ദുബായില, എത്താനായി ലീവില. ഇത് മമ്മൂക്കയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഈ കല്യാണ തേന്നില്ല. മമ്മൂക്ക എപ്പോഴെങ്കിലും പാടി കേൾപ്പിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടോ? മമ്മൂക്കയുടെ ഈ പാട്ടല്ല, മറ്റേ ഏനുണ്ടോടി മണിച്ചേട്ടൻ പാടുന്ന പോലെ പാടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ? അത് മമ്മൂക്ക പാടി കേൾപ്പിച്ചു. ഏനുണ്ടോടിയ അമ്പിളി ചന്തവോ, ഏനുണ്ടോടിയ താമര ചന്തവോ, ഏനുണ്ടോടിയ മാരിവിൽ ചന്തവോ, ഏനുണ്ടോടിയ മാമഴ ചന്തവോ, കമ്പലിട്ടോ പൊട്ടു തൊട്ടോ ഉറ, ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പൊന്നാര പൂങ്കൊയിലേ. ആ ചിരി കാണാനായിട്ട് കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കരുത്. വിജയലക്ഷ്മി ചേച്ചിയോട് നമ്മളൊരു മിമിക്രി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ഏതാളെ ചെയ്യാനായിരിക്കും? നമ്മുടെ എൻ പിള്ള സാർ. സാർ 500 ആ മ്യൂസിക് ഇടാവോ? ആ മ്യൂസിക് ഇടാലോ. മറക്കണോ? എന്താണോ ഞാൻ മറക്കേണ്ടത്? എന്റെ മോള് മഹാലക്ഷ്മി എന്റെ കൈക്കുള്ളിൽ കിടന്ന് പിടഞ്ഞു മരിച്ചത് ഞാൻ മറക്കണോ? അവര് നമ്മളോട് ചെയ്ത ദ്രോഹം ഞാൻ മറക്കണോ? എന്താണോ ഞാൻ മറക്കേണ്ടത്? പറയണോ? പറയാൻ ഇനി വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ട് ലിസ്റ്റില്? പിന്നെ നമ്മുടെ എന്തുവാണ് ഫിലോമിന ചേച്ചി. നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകവാരിധി നടുവിൽ ഞാൻ, ഈ നരകത്തിൽ എന്നെ കരകേറ്റിയിടണം തിരുവൈക്കം വാഴും ശിവശംഭോ. അല്ല, ഞാൻ എന്തായി പാർന്നത്? 3 നേരം നെയ്യ് കൂട്ടി കഞ്ഞി കുടിക്കാൻ കിട്ടണ ഈ വീട് നരക? ഇത് സ്വർഗല്ലേ? മാറ്റിപ്പട. ഈ സ്വർഗത്തിൽ എന്നെ കരകേറ്റിയിടല്ലേ തിരുവൈക്കം വാഴും ശിവശംഭോ.
എന്തായാലും ഞാനൊരു ഗപ്പ് തരാനുള്ള ചോദ്യമായിട്ട് ഞാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് ആണ്. എന്നെ ആരോ വിളിക്കുന്നു തോന്നുന്നു. ആരും വിളിച്ചിട്ടില്ല. ഇന്ന് ചേട്ടൻ എനിക്ക് എവിടെയോ എങ്ങാണ്ടൊക്കെയോ ഒന്ന് പോണം. എവിടെ പോണോ അത് പറയൂ. എവിടെയാ പോണോ? എങ്ങാണ്ടോ എന്തിനോ എപ്പോഴോ എപ്പോഴോ എങ്ങനെയോ. എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് പോയാ മതി. പിന്നെ അങ്ങനെ തന്നെ. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നില്ല. ഒരു ചേച്ചി ഇതിന് നല്ല ഉത്തരം പറഞ്ഞ നല്ല സമ്മാനമുണ്ട്. 10,000 രൂപ. 10,000 രൂപയുടെ സമ്മാനം 10,000 രൂപ ഇല്ല ഞങ്ങൾക്ക്. അത് ഞങ്ങൾക്ക് MG സാറിന് മാത്രമുള്ളതാണ്. ഞങ്ങൾ വേറെ സമ്മാനമാണ്. പക്ഷെ ഇവിടെ കിട്ടുന്ന സമ്മാനം ഉണ്ടല്ലോ, അതിൽ എവിടെയും ലോകത്ത് എവിടെയും കിട്ടില്ല. ഗപ്പാണോ? ഗപ്പല്ല, ഗപ്പൊക്കെ നിസ്സാരം. വേറെ സമ്മാനം. നമുക്ക് ശ്രീരാമേട്ടനോട് ചോദിക്കാം. ഓക്കെ, ചേട്ടൻ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നില്ല. അപ്പൊ ചേട്ടനോട് ചോദിക്കാം, ചേട്ടന് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ? അങ്ങനെ ഇതുവരെ ഒരാൾ ഉണ്ടായിട്ടില്ല. ചേട്ടന് പ്രിയപ്പെട്ട ഗുരു? തീർച്ചയായിട്ടും എൻ്റെ അച്ഛൻ. പിന്നെ ചേട്ടൻ എപ്പോഴെങ്കിലും എൻ്റെ അമ്മ ഈ പാട്ട് എനിക്ക് പാടാൻ പറ്റില്ല എന്ന് തോന്നിയ ഏതെങ്കിലും പാട്ടുണ്ടോ? ഒരുപാട് പാട്ടുകളുണ്ട്. അതായിരിക്കും കൂടുതൽ. പിന്നെ ഈ ആരാധകർ നിർബന്ധമായിട്ടും പാടിപ്പിക്കുന്ന പാട്ട് ഏതായിരിക്കും? ഇപ്പൊ തീർച്ചയായിട്ടും കാറ്റത് അത് തന്നെ. അത് ഞാൻ എപ്പോഴും എല്ലായിടത്തും. ഈ കൂടെ പാടാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഗായിക? ചിരിക്കുന്നു വിജയലക്ഷ്മി, ചിരിക്കുന്നു. അങ്ങനെ ചേച്ചി പറയണ്ട അല്ലേ, നിങ്ങൾ ഭയങ്കര കൂട്ടാന്ന് ഞങ്ങൾക്ക് അറിയാം. അതല്ലാണ്ട് വേറെ ആരാ? അല്ല, ഇപ്പൊ എൻ്റെ കൂടെ പാടുന്ന എല്ലാവരും തന്നെ എനിക്ക് ഇത് കൂടെ പാടി ശരിയായില്ല എന്ന് ഇന്ന് വരെ സത്യം അങ്ങനെ തോന്നിച്ചിട്ടില്ല. ഓക്കെ, ഇനി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമാ ഗാനം പണ്ട് ചേട്ടൻ കേട്ടോണ്ടിരുന്നതാവാം. അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമാ ഗാനം പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്? ദേവദാരു പൂത്ത നാളൊരു ദേവകുമാരിയെ കണ്ടു ഞാൻ, വേദനയിൽ അമൃതു തൂകിയ ദേവകുമാരിയെ കണ്ടു ഞാൻ. ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഹേമരാജ പാടിയ നമ്മൾ രണ്ടുപേരും കേട്ടിട്ടില്ല. പക്ഷെ കൊള്ളാം പാട്ട്, അടിപൊളി. ചേട്ടൻ എല്ലാം ചടപടയെന്ന് പറഞ്ഞു. ഇനി വൈക്കം വിജയലക്ഷ്മി എത്ര ചടപടയെന്ന് ആൻസർ പറയുമോ അല്ലയോ എന്നാണ് അറിയേണ്ടത്. ഓക്കെ, ഏത് സംഗീത സംവിധായകന്റെ കയ്യിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വഴക്ക് കേൾക്കേണ്ടി വന്നിട്ടുള്ളത്? കേട്ടിട്ടില്ല. ആരും കേട്ടിട്ടില്ല. ഓ മൈ ഗോഡ്, വഴക്ക് കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല. കേൾക്കാൻ പറ്റില്ലല്ലോ. കേൾക്കാൻ പറ്റില്ല. അതെ, പറയുന്നതിന് മുമ്പേ പാടുമല്ലോ. പറയുന്നതിന് മുമ്പ് പാടും. പാ എന്ന് പറഞ്ഞാൽ മതി, അപ്പൊ തന്നെ എല്ലാം പാടും. ഇനി ഉറക്കം ഉണർന്നാൽ ആദ്യം പാടാൻ തോന്നുന്ന പാട്ട്? എന്റെ അമ്മ ഞെട്ടിപ്പോയില്ലേ. ഞാൻ വിചാരിച്ച എന്നെ എന്തോ ചീത്ത പറയാൻ പോവാണത്. ഏത്? ദൂരക്കിഴക്കുതിക്കും മാണിക്യ ചെമ്പഴുക്ക എന്റെ അമ്മോ ഞാനെടുത്ത് വെച്ചേ എന്റെ അമ്മോ എന്റെ വെറ്റില താമ്പാളത്തിൽ. ഓ അടിപൊളി. ഇനി വീട്ടിലെത്തിയാൽ ആദ്യം അന്വേഷിക്കുന്ന എന്താ? കുറെ ദിവസം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം മിസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആദ്യം അന്വേഷിക്കുന്ന കാര്യം എന്തായിരിക്കും? അടുക്കളയിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ കളിക്കാനോ കഴിക്കാനോ. ഓ അത് ശരി. അടുക്കളയിൽ എന്താണ് കളിക്കാൻ വെച്ചിരിക്കുന്നത്? കളിക്കാൻ വല്ല ഞാൻ പ്രധാനമായിട്ട് വാഴയില അരിയുക, തോരൻ വെക്കുക. എന്തെങ്കിലും പാചകറാണിയാണ്. അതെ, ചുമ്മാ ഡ്യൂപ്ലിക്കേറ്റ് ആട്ടോ. ഡ്യൂപ്ലിക്കേറ്റ് വാഴ ഇങ്ങനെ അരിയും തോരൻ വെക്കും. ആർക്ക് കഴിക്കാൻ കൊടുക്കും? സ്വന്തമായിട്ട് കഴിക്കും. സ്വന്തമായിട്ടും കഴിക്കാൻ പറ്റില്ല, അതല്ലേ പ്രശ്നം. അതാണ്. അതിങ്ങനെ നമ്മൾ പണ്ട് അമ്മയും കുഞ്ഞും കളിക്കുന്ന പോലെ വളരെ മനോഹരമായ ഗെയിം അല്ലേ? അടിപൊളി അടിപൊളി. ഇനി ഇഷ്ടപ്പെട്ട സംഗീത സംവിധായകൻ ആരാണ്? ദക്ഷിണാമൂർത്തി സ്വാമികൾ. ഓക്കെ, വീട്ടിലിരിക്കുന്ന പുരസ്കാരങ്ങളുടെ എണ്ണം പറയാൻ പറ്റത്തില്ല കേട്ടോ. ഒരുപാടുണ്ട്. കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. 1000 1000 അതിലും കൂടുതൽ, അതുക്കും മേലെയാണ്. 2000 ഉണ്ടാവും എന്നാ? 2000 10,000 10,000 എന്തായാലും ഉണ്ടാവും. 10,000. ഇനി പാടണമെന്ന് ആഗ്രഹിച്ച ഒരു ഗാനം, അതായത് വേറെ ആരെങ്കിലും പാടി കേട്ടിട്ട് ചേച്ചിക്ക് തോന്നുമല്ലോ, അയ്യോ ഈ പാട്ട് എനിക്ക് പാടിയ കൊള്ളായിരുന്നു, അങ്ങനെ തോന്നിയ പാട്ടുണ്ടോ? ട്രിപ്പിൾ ആർ സിനിമയില് അതിലേത് പാട്ട് ചേച്ചി? അമ്മാവോട് നാനും നാനേ നാനേ ശരിയാട്ടോ, അത് ചേച്ചിയുടെ വോയിസിന് പറ്റിയ ഒരു പാട്ടായിരുന്നു. നമ്മൾ മലയാളികൾ ചിലപ്പോ എവിടെയോ മിസ് ചെയ്തൊരു ഇതായിപ്പോയി. കഷ്ടം. എന്നാലും കുഴപ്പമില്ല. ഇനി അടുത്ത രാജമൗലി സാറിന്റെ ആദ്യം ബാഹുബലിയിൽ പാടിയല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അതെ, ഇനി അടുത്ത സിനിമ വരുമ്പോ എന്തായാലും പാടുമല്ലോ. അതെ അതെ. ഇനി ഏറ്റവും പേടിയുള്ളത് എന്താണ് ചേച്ചിക്ക് ജീവിതത്തിൽ? ഏറ്റവും പേടി? വെടിക്കെട്ട്, ഇഞ്ചക്ഷൻ, പല്ലെടുക്കുക. വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ അതായത് അമ്പലങ്ങൾ ഉത്സവത്തിന് പോകുമ്പോ ആ വെടിക്കെട്ട് ഭയങ്കര പേടിയാണ്. ആ സൗണ്ട് ഒരുപാട് അങ്ങോട്ട് പറ്റത്തില്ല, ചെവിമ്പത്തി പിടിക്കും. ഇപ്പോഴും മതി. ആണ്. വേറെ ഒന്നും അങ്ങനെ പേടിയില്ല. പിന്നെ വേദനകൾ,
അത് പേടിയാണ്. പിന്നെ ഇഞ്ചക്ഷൻ, പല്ലെടുക്കുക, മറ്റു കാര്യങ്ങൾ. അയ്യോ, എല്ലാം പേടിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേടിയാ കേട്ടോ. പിന്നെ തീ പാറുമ്പോ, പിന്നെ നമ്മൾ ആരതി ഒഴിയുമ്പോഴേ തന്നെ തൊട്ട് കൊടുത്ത് എനിക്ക് പേടിയാ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഒട്ടും പേടിയില്ലാത്തത് എന്താണ്? ധൈര്യമായിട്ട് ഞാൻ ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് ഒരു പേടിയില്ല, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? പിന്നെന്താ, ആരെങ്കിലും ഇപ്പം വിമർശിക്കാൻ വന്നു കഴിഞ്ഞാൽ അത് തന്നെ എന്റെ സ്വഭാവം. അങ്ങനെ ചെയ്യരുതെന്ന് ഇപ്പം വിമർശിക്കാൻ വരും. ഉദാഹരണം കഞ്ഞിയും കറിയും കളിക്കുന്നത്, എന്തെങ്കിലും മിമിക്രി പറയുന്നത്, ഇതൊക്കെ വിമർശിക്കാൻ വരും. കഞ്ഞിയും കറിയും കളിക്കുന്നത് വിമർശിക്കാൻ വരും. മിമിക്രി പറയുന്നത് എന്നാ അത് പറയരുതെന്ന് പറയാം. അപ്പൊ ഞാനത് തന്നെ പറയാറുള്ളൂ. അതന്നെ, കഞ്ഞിയും കറിയും ഇന്ത്യൻ ഭരണഘടന നമുക്ക് അനുവദിച്ചു തന്ന സ്വാതന്ത്ര്യമാണ് കഞ്ഞിയും കറി വെച്ച് കളിക്കുക. അത് ആരുടെ മുമ്പിൽ അടിയറ വയ്ക്കേണ്ട ആവശ്യമില്ല. അതാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ധൈര്യസമേതം മുന്നോട്ട്. ധീര വനിത, ധീര ധീര വൈക്കം വിജയലക്ഷ്മി. ഞാൻ ഇടയ്ക്ക് ഒരു പാരഡി എഴുതിയാലോ എന്ന് ആലോചിച്ചു പോയതാണ്. പാടി കേൾപ്പിക്കണേ പ്ലീസ്. അല്ലെ, ഞാൻ എഴുതിയിട്ട് പാടി കേൾപ്പിക്കാം. ഇപ്പൊ എന്റെ സ്റ്റോക്ക് ഒന്നുമില്ല. ഇല്ലല്ലേ? എനിക്ക് ചേച്ചീനെ കണ്ടപ്പോഴാണ് ഇങ്ങനെ തോന്നിയത് മനസ്സിൽ. ഇപ്പൊ പെട്ടെന്നുണ്ടല്ലോ, ഇപ്പൊ എന്തെങ്കിലും ഒരു സബ്ജക്ട് എന്നാ പാരഡി എഴുതാൻ പറ്റാറുണ്ടോ? ഒരുമാതിരിയൊക്കെ എഴുതാം. ഇപ്പൊ കൊറോണ, ഈ റെഡ് കാർപ്പറ്റ് പ്രോഗ്രാമിനെ കുറിച്ചോ, അല്ലെങ്കിൽ എൻ സ്വാസികനെ കുറിച്ചിട്ടോ, ശ്രീരാമേട്ടനെ കുറിച്ചിട്ടോ, അങ്ങനെ എന്തെങ്കിലും പാരഡി മനസ്സിൽ തോന്നുന്നു? ദൈവമേ, നോക്കട്ടെ. സ്വാസികേ, എൻ സ്വാസികേ, സീതപ്പെണ്ണ് സീരിയലിൽ ദിവസവും ഞാൻ കാണാറുണ്ട്. സീതപ്പെണ്ണ് സീരിയൽ ദിനവും ഞാൻ കാണാറുണ്ട്. അതിൽ സൂപ്പർ അഭിനയമാ ഞാനെന്നും കാണും. സ്വാസികേ, എൻ സ്വാസികേ. എങ്ങനെയുണ്ട് ഇത്? കലക്കി. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ. എന്റെ പൊന്നോ, നമിച്ചിരിക്കുന്നു. അപ്പൊ എന്തായാലും ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞില്ല. ആ സമ്മാനം എടുത്തിട്ട് വരാം. വളരെ സിമ്പിൾ സമ്മാനം.